ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുകയാണ് അമേരിക്ക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോഴിതാ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പുറത്തു വന്നിരിക്കുകയാണ്. US-ൽ സർക്കാർ ജീവനക്കാർ കൂട്ടരാജിയിലേക്ക് പോകുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. നാളെ മാത്രം പണി നിർത്താൻ പോകുന്നത് 1 ലക്ഷത്തിലധികം സർക്കാർ ജീവനക്കാരാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമേരിക്കയിൽ നാളെ ഒറ്റ ദിവസം കൊണ്ട് സർക്കാർ സർവീസിൽ നിന്ന് രാജിവെക്കുന്ന ആൾക്കാരുടെ പേരാണ് പറഞ്ഞത്. 1 ലക്ഷം പേർ. വിവിധ വകുപ്പുകളുടെ പുനഃസംഘടനയുടെയും ചെലവ് ചുരുക്കലിൻ്റെയും ഭാഗമായി ട്രംപ് ഭരണകൂടം നടപ്പാക്കുന്ന സ്വയം വിരമിക്കൽ പദ്ധതി പ്രകാരമാണ് ഈ കൂട്ടരാജി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഗവൺമെന്റിന്റെ ചെലവുകൾക്കുള്ള ഫണ്ട് ഉറപ്പാക്കാനുള്ള ബിൽ പാസ്സാക്കാൻ എതിർപക്ഷമായ ഡെമോക്രാറ്റുകൾ വിമുഖത കാണിക്കുന്നത് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതു സംബന്ധിച്ച് ട്രംപും ഡെമോക്രാറ്റിക് നേതാക്കളും തമ്മിൽ നിർണായകമായിട്ടുള്ള ചർച്ച നടത്തിയിരുന്നു. ചർച്ച പൊളിഞ്ഞു. ഫെഡറൽ ഗവൺമെന്റ് ജീവനക്കാരെ കൂട്ടപ്പിരിച്ചുവിടലിലേക്ക് അത് നയിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അനുനയ നീക്കങ്ങൾ ഇപ്പോഴും നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയിൽ ഇത് ആദ്യമായിട്ടാണ് ഒറ്റ ദിവസം ഇത്രയധികം പേർ രാജിവെച്ച് പോകുന്നത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയിൽ ആദ്യമായാണ് ഒറ്റ ദിവസം ഇത്രയും പേർ ഫെഡറൽ സർവീസിൽ നിന്ന് രാജിവെക്കുന്നത്. പദ്ധതി പ്രകാരം ആകെ രാജിവെക്കുന്നത് 2.75 ലക്ഷം പേരാണ്. ഇവരെ തുടക്കത്തിൽ 8 മാസത്തെ ലീവിനായി പറഞ്ഞുവിടും. പോരാത്തതിന് ഈ 8 മാസവും ഇവർക്ക് ശമ്പളം ലഭിക്കും. വിരമിക്കൽ ആനുകൂല്യമായി മൊത്തം $14.8 ബില്യൺ, അതായത് ഏകദേശം 1.30 ലക്ഷം കോടി രൂപ. അതിൻ്റെ ഭീമമായ ചെലവ് ട്രംപ് ഭരണകൂടം നേരിടേണ്ടി വരും. എന്നാൽ ഇത്രയും പേർ രാജിവെക്കുന്നത് വഴി പ്രതിവർഷം $28 ബില്യൺ, അതായത് 2.5 ലക്ഷം കോടി ഗവൺമെന്റിൽ ലാഭിക്കാനാകും എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് ട്രംപും വൈറ്റ് ഹൗസും ഉള്ളത്. സ്വയം വിരമിക്കൽ പദ്ധതിക്ക് സമാനമാണ് ട്രംപ് ഭരണകൂടം നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഡിഫറൻറ്റ് റെസിഗ്നേഷൻ ഓഫർ. ഇത് അംഗീകരിച്ചാണ് 2.75 ലക്ഷം പേർ പടിയിറങ്ങുന്നതും അതേസമയം പലരെയും നിർബന്ധിച്ച് പദ്ധതിയിൽ ചേർക്കുന്നതും. അതുകൊണ്ട് തന്നെ പണി പോകുന്ന പലരും അത് രഹസ്യമായി വയ്ക്കാനും താല്പര്യപ്പെടുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.